റോമ സാമ്രാജ്യം കത്തിയെരിഞ്ഞപ്പോൾ വീണമീട്ടിയ നീറോ ചക്രവർത്തിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാളികൾ അത് നേരിട്ട് കണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കേരളം വീണ്ടും കനത്ത മഴയുടെയും പ്രളയസമാന സാഹചര്യങ്ങളുടെയും പിടിയിലമർന്ന വേളയിലാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പൊന്നാനിയിൽ വിരുന്നിൽ പങ്കെടുത്ത ദൃശ്യങ്ങൾ പുറത്തുവരുന്നത്. മഴയിൽ വീടുകളും ജീവനോപാധികളും നഷ്ടപ്പെട്ട് ആയിരങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ യാത്ര തികച്ചും കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന ആക്ഷേപം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. മുസ്ലിം യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് ഫൈസൽ ബഫാക്കി തങ്ങളുടെ പൊന്നാനിയിലെ വീട്ടിലായിരുന്നു മുഖ്യമന്ത്രി ഉച്ചഭക്ഷണത്തിനായി എത്തിയത്. ഫൈസൽ ബഫാക്കി തങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രി വീട്ടിലെത്തിയതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ഇതിനു പിന്നാലെ നിരവധി പേർ മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അടിയന്തര സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഇങ്ങനെയാണോ പെരുമാറേണ്ടതെന്നാണ് പലരുടെയും ചോദ്യം. മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമില്ലായ്മയാണ് ഇത് കാണിക്കുന്നതെന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രവർത്തനങ്ങളുമായി താരതമ്യം ചെയ്താണ് വിമർശനങ്ങൾ പലതും. 2018 പ്രളയകാലത്ത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ മുൻ നിശ്ചയിച്ച പരിപാടികൾ ക്യാൻസൽ ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നപ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സൽക്കാരത്തിൽ പങ്കെടുത്ത് കോഴിക്കാൽ കടിച്ചു പറിക്കുകയാണെന്നാണ് പലരുടെയും വിമർശനം. എന്നാൽ മുഖ്യമന്ത്രിയെ ന്യായീകരിച്ചും ആളുകൾ വരുന്നുണ്ട്. പൊന്നാനി MLA KP നൌഷാദ് അലിയാണ് അക്കൂട്ടത്തിലെ പ്രധാനി. മഴക്കാലത്ത് മുഖ്യമന്ത്രിക്ക് എവിടെയും പോകാൻ പാടില്ലേ? ഉച്ചഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കണമായിരുന്നോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. എന്നാൽ ഈ വിരുന്നിന് തൊട്ടുമുന്നത്തെ ദിവസവും കഥ വ്യത്യസ്തമായിരുന്നില്ല. അസുഖബാധിതനായി കിടക്കുന്ന ഭാര്യാപിതാവിനെ കാണാൻ മുഖ്യൻ പറന്നത് ഹെലികോപ്റ്ററിൽ. 2017 ഓഖി ദുരന്തത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനായി നടത്തിയ ഹെലികോപ്റ്റർ യാത്ര ദൂർത്തെന്ന് പറഞ്ഞ അതേ സതീശനാണിന്ന് അമ്മായിയപ്പന്റെ ക്ഷേമം തിരക്കുന്നതിനായി ഹെലികോപ്റ്ററിൽ പറന്നുയർന്നതെന്ന് വിരോധാഭാസമാണ് സോഷ്യൽ മീഡിയയെ അമ്പരപ്പിച്ചത്. പതിവ് പോലെ ഇവിടെയും ന്യായീകരിക്കാൻ ആളുണ്ട്. ഹെലികോപ്റ്റർ വിഷയത്തിൽ ആ ദൗത്യം കെ മുരളീധരനാണ് ഏറ്റെടുത്തത്. കാലം മാറുമ്പോൾ കാറ് മാറ്റി ഹെലികോപ്റ്ററിലൊക്കെ പോയെന്നിരിക്കും, അതിലെന്താ കുഴപ്പമെന്നാണ് മുരളീധരന്റെ ചോദ്യം. ദുരന്തമുഖത്തും ഔദ്യോഗിക ആവശ്യങ്ങൾക്കുമായാണ് LDF സർക്കാരാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത്. അന്ന് ഹെലികോപ്റ്റർ വിവാദമെന്ന ഓമനപ്പേര് നൽകിയവരും ദൂർത്തെന്നാഘോഷിച്ച മാധ്യമങ്ങളും മൗനം ഭുജിച്ചിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടേതായി പ്രതികരണങ്ങളൊന്നും വന്നിട്ടുമില്ല. എന്നാൽ സതീശന്റേത് ഔദ്യോഗിക യാത്രയാണെന്നാണ് കോൺഗ്രസുകാർ വിശദീകരിക്കുന്നത്. ഒപ്പം ഒരു ജ്വല്ലറി ഉദ്ഘാടനത്തിന് പോയ സംഭവം ട്രോളുകളിൽ നിറയുന്നുണ്ട്. രണ്ട് സംഭവങ്ങളും പ്രതിപക്ഷവും സോഷ്യൽ മീഡിയയും ഒരുപോലെ ഏറ്റെടുത്തിരിക്കുകയാണ്. അധികാരത്തിലേറിയിട്ട് 2.5 മാസം കഴിയുമ്പോഴേക്ക് പ്രതിപക്ഷത്തിന് വേണ്ട ആയുധങ്ങൾ സ്വന്തമായിട്ട് നൽകുകയാണ് ഭരണപക്ഷം. കേരളം വെള്ളത്തിൽ, മുഖ്യമന്ത്രി വിരുന്നിലെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പരിഹസിച്ചത്. കാലവർഷക്കെടുതികൾക്കിടയിൽ മുഖ്യമന്ത്രി പൊന്നാനി MLAക്കൊപ്പമുള്ള രക്ഷാപ്രവർത്തന ഏകോപനത്തിന്റെ അപൂർവ ദൃശ്യങ്ങളെന്ന പരിഹാസക്കുറിപ്പോടെ P. സരിനും വിമർശനവുമായി രംഗത്തെത്തി. ദുരന്തബാധിതരായ ആയിരക്കണക്കിന് ആളുകൾ ദുരിതത്തിലായിരിക്കെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങൾക്കു പകരം സ്വകാര്യ സൽക്കാരത്തിൽ പങ്കെടുക്കുന്നത് ജനങ്ങൾക്ക് നൽകുന്ന തെറ്റായ സന്ദേശമാണെന്നാണ് A.A. റഹീം MP പ്രതികരിച്ചത്. വെറുതെ കിടക്കുന്ന ഹെലികോപ്റ്റർ ഉപയോഗിച്ചെന്നും കാറിൽ പോയാൽ ഉണ്ടാകുന്ന ഇന്ധന ചെലവ് ലാഭിച്ചെന്നുമായിരിക്കും ബുധനാഴ്ചത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ന്യായീകരിക്കുകയെന്നുമാണ് പരിഹാസവുമായി എത്തിയത് P. രാജീവാണ്. ഹെലികോപ്റ്റർ യാത്രയ്ക്ക് പിന്നാലെ VT ബൽറാം MLAയുടെ 2019 പോസ്റ്റ് കുത്തിപ്പൊക്കി സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനം ഉയരുന്നുണ്ട്. ഇദ്ദേഹം വിജയനാണോ അതോ ജയനാണോ? ഒരു ഹെലികോപ്റ്റർ കിട്ടിയിരുന്നെങ്കിൽ 7-8 പേരെ വെടിവെച്ച് കൊല്ലാമായിരുന്നു എന്നായിരുന്നു VT ബൽറാം അന്ന് ഫേസ്ബുക്കിൽ കുറിച്ചത്. ട്രോളർമാർ ഒന്നും മറക്കില്ല. എന്നെങ്കിലും എല്ലാത്തിനും മറുപടി നൽകേണ്ടി വരുമെന്ന് ബൽറാമിന് മനസ്സിലായി കാണും. സംസ്ഥാനം അതീവ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകരേണ്ടത് ഭരണാധികാരികളുടെ പ്രാഥമിക കടമയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയായ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൃത്യമായും കാര്യക്ഷമമായും ഏകോപിപ്പിക്കേണ്ട അടിയന്തര സാഹചര്യമാണിത്. എന്നാൽ ഈ ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങളെല്ലാം മാറ്റിവെച്ച് ഒരു യൂത്ത് ലീഗ് നേതാവിന്റെ വീട്ടിൽ
അതിഥിയായി എത്തി വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ സമയം ചിലവഴിക്കുന്നത് തികച്ചും അനുചിതവും അനവസരത്തിലുമായി പോയെന്ന അഭിപ്രായം തന്നെയാണ് ഭൂരിപക്ഷത്തിനും. 2018 കേരളം വെള്ളത്തിൽ മുങ്ങിയപ്പോൾ ആ പ്രളയം മനുഷ്യനിർമ്മിതമാണെന്നും കോവിഡ് മാരിയുടെ സമയത്ത് എരണം കെട്ടവർ നാട് ഭരിച്ചാൽ നാട് മുടിയുമെന്ന് പറഞ്ഞ ആളുകൾക്ക് പോലും ഇപ്പോൾ മിണ്ടാട്ടം മുട്ടിയിരിക്കുകയാണ്. അന്ന് മഹാപ്രളയം നേരിട്ട കേരളത്തെ ഒരൊറ്റ മനസ്സോടെ ചേർത്ത് നിർത്തി ഉയർത്തിക്കൊണ്ടുവന്നത് അന്ന് അധികാരത്തിലുണ്ടായിരുന്ന LDF സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ്. സർവ്വതും നഷ്ടമായ ജനങ്ങൾക്ക് രക്ഷയായും ആശ്വാസമായും സർക്കാർ നിലകൊണ്ടു. പ്രളയജലത്തിന് വിട്ടുകൊടുക്കാതെ പട്ടിണിയിലാക്കാതെ സാധ്യമായതെല്ലാം തിരിച്ചു വരുമെന്ന് ഉറപ്പു നൽകി സർക്കാർ അവിശ്രമം പ്രവർത്തിച്ചു. 8 വർഷങ്ങൾക്കിപ്പുറം പ്രളയസമാന സാഹചര്യത്തെ കേരളം നേരിടുമ്പോൾ ഇന്ന് അധികാരത്തിലിരിക്കുന്നവർ എന്തു ചെയ്യുകയാണെന്ന് ചോദിക്കുകയാണ് ജനങ്ങൾ. 2018 സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങ് നടക്കുന്ന അന്നായിരുന്നു ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നത്. രാവിലെ കയറി തുടങ്ങിയ വെള്ളത്തിൽ വൈകുന്നേരമായപ്പോൾ ഉയരമുള്ള കെട്ടിടങ്ങൾ പോലും മുങ്ങി. 500ഓളം മനുഷ്യരുടെ ജീവനാണ് നഷ്ടമായത്. വീടുകളും റോഡുകളും എല്ലാം തകർന്നു. എന്നാൽ സമാനതകളില്ലാത്ത ദുരന്തം മുഖാമുഖം വന്നപ്പോൾ വിറങ്ങലിച്ചു നിൽക്കാതെ അടുത്ത നിമിഷം തന്നെ സർവ്വസന്നാഹങ്ങളുമായി സർക്കാർ സജ്ജമായി. പ്രകൃതി ദുരന്തത്തെ നേരിടാൻ മുഴുവൻ വകുപ്പുകളെയും ഏകോപിപ്പിച്ചു. എല്ലാത്തിനും നേതൃത്വമായി മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും മുന്നിലുണ്ടായിരുന്നു. എന്തായാലും ദുരന്തകാലത്തും വിസ്മയങ്ങൾ കാത്തുവച്ചിരിക്കുകയാണ് ഇന്നത്തെ മുഖ്യൻ. മുൻകാലങ്ങളിലെ പ്രളയ സമയങ്ങളിൽ എയർഫോഴ്സ്, ആർമി, നേവി ഉൾപ്പെടെയുള്ള ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സൈന്യങ്ങളുടെ ഏകോപനം കൃത്യമായിരുന്നു. 2019 ആവർത്തിച്ച പ്രളയത്തിൽ സർക്കാർ ജനങ്ങൾക്ക് ആശ്വാസമായി നിന്നു. അവലോകന യോഗശേഷമുള്ള വാർത്താ സമ്മേളനങ്ങളിലൂടെ ആശ്വാസം പകരാൻ പിണറായി ശ്രദ്ധിച്ചിരുന്നു. മുൻകാലങ്ങളെക്കാൾ ഭീകരമായ മഴക്കെടുതി ഇത്തവണ സംഭവിച്ചില്ലെങ്കിലും ഇപ്പോഴുണ്ടായ ദുരിതത്തിൽ സർക്കാർ സംവിധാനങ്ങളാകെ പരാജയപ്പെടുന്നു എന്ന സംശയമാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത്. വീഴ്ച സർക്കാരിന്റെ മാത്രമായി പറയാനാകില്ല. മഴ മുന്നറിയിപ്പ് നൽകുന്നതിൽ പോലും വീഴ്ചയുണ്ടായിട്ടുണ്ട്. എൽനിനോ മൂലമുണ്ടായ കൂമ്പാര മേഘങ്ങൾ പൊടുന്നനെ അപകടകാരികളായി മാറുകയായിരുന്നു എന്നതാണ് ഇക്കാര്യത്തിൽ വിദഗ്ധർ നൽകുന്ന വിശദീകരണം. റെഡ് അലർട്ട് പ്രഖ്യാപിക്കുമ്പോഴും പല സ്ഥലങ്ങളിലും വെള്ളത്തിനടിയിലായി കഴിഞ്ഞിരുന്നു. ജനങ്ങൾക്ക് ഒരറിയിപ്പും നൽകാതെ ഡാമുകൾ തുറന്നു വിടേണ്ടി വന്നതും പ്രശ്നമായി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും ഓഫീസുകൾക്കായില്ല എന്ന പഴി പ്രതിപക്ഷം വലിയ രീതിയിൽ ഉയർത്തുന്നുണ്ട്. ചെറിയ വീഴ്ചകൾക്ക് പോലും വലിയ വില നൽകേണ്ടി വരുമെന്നും വിഷയം ഓഫീസുകളെ ഏൽപ്പിച്ച് മാറി നിൽക്കാതെ നേരിട്ടിടപെടണമെന്നുമാണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട്. വ്യക്തിപരമായ സൽക്കാരങ്ങൾക്കും താല്പര്യങ്ങൾക്കും മുൻഗണന നൽകുന്ന ഈ സമീപനം പദവിക്ക് നിരക്കുന്നതാണോ എന്ന് ആ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മറ്റു പരിപാടികൾ മാറ്റിവെച്ച് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേരിട്ട് മേൽനോട്ടം വഹിക്കാനുള്ള ആർജവമാണ് ഒരു ഭരണാധികാരി കാണിക്കേണ്ടത്.